ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയം കിട്ടു. ഉത്തരായണ കാലം തുടങ്ങാറായി, അതോടൊപ്പം മകരമാസം പിറക്കുകയായി. മകരമാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. മകരമാസത്തെ ഫലത്തിൽ 27 നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങൾ എങ്ങനെയുണ്ടാവും എന്നുള്ളതാണ് നോക്കുന്നത്. മകരമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കുറേ ഏറെ തടസ്സങ്ങളെല്ലാം മാറി ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും അതുപോലെ തന്നെ ഗവൺമെൻറ് പരമായിട്ടുള്ള നീക്കുപോക്കുകളും പേപ്പർ വർക്കുകളും നിയമസംബന്ധമായിട്ടുള്ള കുരുക്കുകളും അതുപോലെ തന്നെ പ്രതിബന്ധ കാലഘട്ടങ്ങളിലുള്ള ഒരു നടത്തിപ്പും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ വരികയും ഉദ്ദിഷ്ട കാര്യത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിൽ തടസ്സപ്പെടുകയും തൊഴിൽ മന്ദഗതി കുറച്ച് ചെറുതായിട്ട് വരികയും ചെയ്യുന്ന ഒരു പക്ഷം മാറി അതിൽ നിന്ന് മോചനം നേടി വരുവാനുള്ള സാധ്യത ഏറെ കൂടി വരുന്ന ഒരു മാസമായിട്ടാണ് മകരമാസത്തെ കാണുന്നത്. അത് കാരണം അശ്വതി നക്ഷത്രക്കാർക്ക് ക്ഷേമ സംബന്ധമായിട്ടുള്ള പുരോഗതികൾ ഉണ്ടാവും. ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ മകരമാസത്തിൻ്റെ ഏകദേശം 10-ാം തീയതിയോടുകൂടി അവർക്ക് ഉചിതപരമായിട്ടുള്ള കാലഘട്ടം തുടങ്ങുകയായി. ഇതുവരെ ഉണ്ടായിരുന്ന വിഘ്നങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ചെറുതായിട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടി അനുകൂല ഭാവത്തിൻ്റെ ഗ്രഹസ്ഥിതിയും അനുസരിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ ധനലാഭവും വരുമാന മാർഗങ്ങൾ കൂടുതൽ വരുവാനും ബിസിനസ് പുരോഗതിയും ഭൂമി സംബന്ധമായിട്ടുള്ള നടത്തിപ്പുകളും പണമിടപാടുകളും അതുപോലെ തന്നെ നീക്കുപോക്കുകളും വരാനുള്ള ധനങ്ങൾ തിരിച്ചു വരുവാനുള്ള സൗകര്യങ്ങളും അപ്രതീക്ഷിത ധനപാലങ്ങളും പ്രതീക്ഷിച്ചു വരുന്നതാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളും പ്രണയത്തിലിരിക്കുന്നവർക്കെല്ലാം ബന്ധപ്പെട്ടവർക്ക് വരുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നത് എന്ന് തന്നെ പറയാം. കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകളും കരുക്കൾ നീക്കുന്നതിൽ ചില മിസ്റ്റേക്കുകളും തൊഴിൽ സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കാരണം ഈ മകരമാസം കഴിയുന്നതുമായിരിക്കും ആഴ്ചയിൽ ശിവഭഗവാനെ അതായത് മഹാദേവനെ ഭജിക്കുകയും അതുപോലെ തന്നെ തന്നാലാവുന്ന വഴിപാടുകൾ അർച്ചന അതുപോലെ തന്നെ പുഷ്പാഞ്ജലി സൂക്ത പുഷ്പാഞ്ജലികൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയെല്ലാം നടത്തുന്നത് മൂലം കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്ന ഒരു മാസമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിബന്ധങ്ങൾ കൂടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കർമ്മസ്ഥാനത്തിൽ കുറേ മന്ദത വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് കാരണം ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥനാരൂപേണ സഹസ്രനാമാർച്ചനയും തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ തടസ്സം നീങ്ങി വരുവാൻ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയെന്നത് വളരെ ഉചിതകരമായിട്ടാണ് കാണുന്നത്. അതുപോലെ മകീര നക്ഷത്രക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി പ്രതിബന്ധങ്ങൾ കൂടി വരുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഹാദേവന് ഇളനീർ ധാര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം ധാര വിളക്ക് എന്നിവ നടത്തുന്നത് മൂലം ആ പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് കേസ് വഴക്ക് ചിലപ്പോൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതും കുറേയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുവാനായിട്ട് മൃത്യുഞ്ജയ ഹോമം ഈ മാസത്തിൽ 1 മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് കൊണ്ട് കുറേയേറെ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. മകീര നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങളെല്ലാം മാറി വരുവാനും അതിൽ നിന്ന് മോചനം നേടി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ടെങ്കിലും തൊഴിൽ മന്ദഗതി സ്തംഭനം എന്നിവയും മാനസികപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള വഴക്കുകളും ദാമ്പത്യ ബന്ധങ്ങൾ തകരാറ് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്കാണെങ്കിൽ പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം സാഹചര്യങ്ങൾ മാറി വരുവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ വിജയിച്ച കാര്യങ്ങളും തൊഴിൽ പുരോഗതിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മനസ്സങ്കടമായിട്ട് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിന് കാരണം കൊണ്ട് തന്നെ മഹാദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അതുപോലെ തന്നെ നീരാഞ്ജനം ശാസ്താവിന് അതുപോലെ നെയ്വിളക്ക് എന്നിവയും നടത്തുന്നത് മൂലവും ശിവഭഗവാന് ഇളനീർ ധാര നടത്തുകയും വായുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് മൂലം ആ പ്രതിബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. പുണർന്ന നക്ഷത്രക്കാർക്കാണെങ്കിൽ തൊഴിൽ വർധനവുണ്ടെങ്കിലും തന്നെ ലാഭം കുറഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കാരണം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. അത് കാരണം കൂടുതലും പ്രതിബന്ധ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് നീക്കുപോക്കുകൾ നടത്തുക. ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ച് കടുംപിടുത്തം പിടിക്കേണ്ടി വരും. അത് കാരണം വരവ് ചെലവുകൾ അറിഞ്ഞ് ചെലവുകൾ ചുരുക്കി വളരെ സൂക്ഷ്മതയോട് പ്രവർത്തിച്ചു പോവുകയാണെങ്കിൽ മകരമാസത്തിൽ ബുദ്ധിമുട്ടുകളില്ലാതെ കഴിച്ചു കൂട്ടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ
സഹസ്രനാമ അർച്ചന നടത്തുന്നത് മൂലം കുറേയേറെ ബുദ്ധിമുട്ടുകളും ധനത്തിൻ്റെ പ്രശ്നങ്ങളും വാക്കുകൊണ്ടുള്ള പ്രശ്നങ്ങളും മാറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പൂയ നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ പ്രതികൂലപരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. ധനവരുമാനം കൂടുവാനുള്ള സാധ്യതയുണ്ട്. ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകളെല്ലാം മാറി വരുവാനും രോഗത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതകളും അതുപോലത്തെ ശാരീരിക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി വരുവാനുള്ള സാധ്യതയും കുടുംബത്തിൽ കുറച്ചേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി നിർത്തുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദിഷ്ടകാര്യം നടക്കുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ആയില്യ നക്ഷത്രക്കാർക്കാണെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരുവാനുള്ള സാധ്യതയും ധനസംബന്ധമായിട്ടുള്ള പുരോഗതികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ വരുമാന മാർഗങ്ങൾ കൂടുവാനുള്ള സാധ്യതയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും കുറേയേറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തു വരുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതേസമയത്ത് മക നക്ഷത്രക്കാർക്കാണെങ്കിൽ പുരോഗതിയുടെ ഒരു പാത തന്നെ തുറന്നു വിൽക്കുന്ന ഒരു മകരമാസമാണ് കാണുന്നത്. വളരെയേറെ പ്രയാസങ്ങൾ കൂടിയ ഇതിൽ കൂടി കടന്നു വന്നിരിക്കുന്നവർക്കെല്ലാം തൊഴിൽ മന്ദത മാറി തൊഴിൽ വരുമാന മാർഗം ഉണ്ടാകുവാനും തൊഴിൽ പുരോഗതി വരുമാനമുള്ള കാര്യം പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് തീരുമാനിക്കാനുള്ള കാര്യം ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും യാത്രാ സാഹചര്യങ്ങൾ കൊണ്ടുള്ള ഫലങ്ങളും ഉദ്ദിഷ്ട കാര്യം നിറവേറ്റുകയും ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബത്തിലുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും വരുവാനുണ്ട്. പൂര നക്ഷത്രക്കാർക്കും ക്ഷേമപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഒരുപാട് വരുവാനുള്ള സാധ്യതയും ഭാഗ്യവർദ്ധനവും ഉണ്ടാവാനുള്ള സാധ്യതയും ഭാഗ്യകടാക്ഷത്തെ ധനം വന്ന് ചേരുവാനും അപ്രതീക്ഷിതപരമായിട്ട് ധനലാഭത്തിനും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതിയും കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം ചില പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്തുവാനുള്ള സാമർഥ്യം അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നത് മൂലം അവനവൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നത് മൂലം ബുദ്ധി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലവും അത് കണ്ട് ഉപകാരങ്ങൾ ചെയ്യുന്നവയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഉത്തര നക്ഷത്രക്കാർക്കാണെങ്കിൽ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. ധനം, സമ്പത്ത്, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യ പുഷ്ടി, വരുമാന മാർഗം, ഭാഗ്യസിദ്ധി, ഭാഗ്യവസ്തുത്താൽ ധനവർദ്ധനവ് എന്നിവയെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവന്നു ചേരുവാനുള്ള ഭവന നിർമ്മാണങ്ങൾ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം വളരെ ഗുണപരമായിട്ട് നീക്കുപോക്കുകൾ നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ ഗുണമേന്മയുള്ള ഒരു മാസം തന്നെയാണ് കാണുന്നത്. വളരെ അനുകൂലപരമായിട്ടുള്ള സമ്പത്തും സൗഭാഗ്യങ്ങളും വിവാഹ സംബന്ധമായിട്ടുള്ള യോജിപ്പുകളും അതുപോലെ തന്നെ പ്രണയങ്ങൾ സഫലമാക്കുവാനുള്ള കാര്യസിദ്ധിയും മകരമാസത്തിൽ നേടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്ര നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഏറി വരുന്ന ഒരു സമയമാണ്. അതുപോലെ ധനസംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരികയാണെങ്കിലും അതെല്ലാം മാറ്റി കിട്ടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഗുണമേന്മ ഒന്ന് വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ട് ചിലവുകൾ തടുക്കുവാനുള്ള ശ്രമം മുൻകൂട്ടി കരുതി വയ്ക്കണം എന്നൊരു മാത്രമേ ഉള്ളൂ. അത് കാരണം അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതേസമയത്ത് കുടുംബത്തിൽ ചില വഴക്കുകൾ വന്ന് പെടുവാനുള്ള സാധ്യത മുൻകൂട്ടി സൂചന കിട്ടും. അത് കാരണം മനസ്സറിഞ്ഞുകൊണ്ട് അതിൽ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ കൂട്ടുകെട്ട് വഴക്കുകൾ സമാധാനം ക്രമീകരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ചോദ്യ നക്ഷത്രക്കാർക്കാണെങ്കിൽ വരുമാന പുരോഗതിയും ധനവർദ്ധനവും ഉണ്ടാകാനുള്ള സാധ്യതയും ഭാഗ്യവശത്താൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും കുടുംബത്തിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതയും ഭാഗ്യവർദ്ധനവും തൊഴിൽ പുരോഗതി ഉണ്ടാകേണ്ട സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ വരുമാന മാർഗങ്ങൾ തുറന്നു വയ്ക്കുന്ന ഒരു മാസമായിട്ടാണ് കൂടുതലായിട്ടും കാണുന്നത്. വരുമാന മാർഗ പുരോഗതിയും ധനസമ്പത്തും ഐശ്വര്യ അഭിവൃദ്ധിയും വന്നു ചേരുവാനുള്ള കാര്യങ്ങളും കാര്യതടസ്സങ്ങൾ മാറി പുരോഗമനവാദിയിൽ വരുവാനുള്ള സാധ്യത ഈ മകരമാസത്തിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. ചാരവസ്ഥാൽ തന്നെ അവർക്ക് അനുകൂലപരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അത് കാരണം ഗുണമേന്മയുണ്ടാവും. ദേഹസംബന്ധമായിട്ടുള്ള കുറച്ചൊരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ നേരിടുവാനുള്ള ഒരു സഹനശക്തി വേണം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ചില പുഷ്പാഞ്ജലികൾ, അതായത് ദേഹസംബന്ധമായിട്ടുള്ള പുഷ്പാഞ്ജലി മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്ന മൂലം ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്.
അതേസമയത്ത് അനിഴ നക്ഷത്രക്കാർക്ക് അനുകൂലകരമായിട്ടൊരു മാസമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ മാറി ആരോഗ്യപരമായിട്ടുള്ള പുഷ്ടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മനോധൈര്യം കൈവിട്ടൊടുക്കല മനോധൈര്യം തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ആകർഷകരമായിട്ടുള്ള ചില പ്രതീക്ഷിക്കാത്ത ധനസമ്പത്ത് വന്നു ചേരുവാനും സഹായ സഹകരണങ്ങൾ വന്നു ചേരുവാനും അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ഉചിതപരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് മകരമാസം. അനുകൂല സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും പങ്കുചേരുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ജനസമ്മർദ്ദി വന്നു ചേരുകയും ജനങ്ങളാൽ ഇടപഴകുന്നത് മൂലം കൊണ്ട് മനസ്സിന് സന്തോഷവും സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറാനുള്ള മനസ്ഥിതി ഉണ്ടാവും. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഐക്യതയുണ്ടാവും. സന്താനങ്ങൾ പുരോഗതിമാർക്കും തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ മൂല നക്ഷത്രക്കാർക്കാണെങ്കിൽ കുറച്ചൊരു പ്രതിബന്ധങ്ങളുള്ള സമയമാണെങ്കിലും കടബാധയിൽ നിന്നും ചിലപ്പോൾ ഒഴിഞ്ഞു നിൽക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും അതിനെല്ലാം വകതിരുത്തി ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ധൈര്യസമ്മേതം വന്നാൽ ഇറങ്ങിത്തിരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും ചില സഹായഹസ്തങ്ങൾ തടഞ്ഞു വെക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കാരണം ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ കടബാധ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. പോരാട നക്ഷത്രക്കാർക്കാണെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അതിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഈ മാസത്തിൽ ശേഖരിച്ച് വയ്ക്കുക. വലിയൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളിലെല്ലാം വന്നിട്ട് ചെന്ന് ചെടുവാനും അതിൽ നിന്ന് ഊരി വരുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഭാഗ്യക്കുറവ് നികത്തുവാൻ വേണ്ടി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുമ്പോഴും ഭാഗ്യം തെളിഞ്ഞു വരികയും ദൈവാധീനം അത് തെളിഞ്ഞു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്ന മൂലം ഈ ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉത്രാട നക്ഷത്രക്കാർക്കാണെങ്കിൽ ദേഹസംബന്ധമായിട്ട് ചെറിയ ചെറിയ അരിഷ്ടതകൾ ഒന്നും ചേരുവാനുള്ള സാധ്യതയുള്ളതിനാൽ മഹാമൃത്യുഞ്ജയ ഹോമം മഹാശിവ ക്ഷേത്രത്തിൽ നടത്തുക. അല്ലാത്ത പക്ഷം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എല്ലാ ആഴ്ചയിലും 4 ആഴ്ചയും ചെയ്യുക. അതുപോലെ തന്നെ വരുമാന മാർഗം തേടി പോകുന്നവർക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും അതിന് വരവ് ചെലവുകൾ കണക്കാക്കി അനുസരിച്ചിട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ചില മാനസിക പ്രശ്നങ്ങൾ ഉള്ളെടുക്കുവാനുള്ള സാധ്യത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില പൈക്യത തെറ്റി വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില സഹകരിക്കാത്തത് മൂലം ചില ബുദ്ധിമുട്ടുകളൊന്നും ചെലവാണതുകൊണ്ട് അതിന് പ്രതിബന്ധമായിട്ട് നേരിടുവാനുള്ള സാധ്യത കൂടുതലായി തേടിയെടുക്കണം എന്ന് പറയും. തിരുവോണ നക്ഷത്രക്കാരൻ മനസ്സുഖം വന്ന് ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്ന് വരുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സംബന്ധമായിട്ടുള്ള പ്രണയങ്ങളായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കൂടുതലായിട്ട് വിപുലീകരിക്കാനുള്ള സാധ്യതകളും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ മേൽക്കൈ എടുക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണപരമായിട്ടുള്ള അനുകൂലപരമായിട്ടുള്ളതുണ്ട്. അവിടെ നക്ഷത്രക്കാർക്കാണെങ്കിൽ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് കുറേയേറെ പ്രയാസങ്ങൾ സഹിച്ച് അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ കാര്യങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ അത് സഹിക്കാൻ പറ്റുകയാണെങ്കിലും അതിനെ തരണം ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. എന്നിരുന്നാലും ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടത്തി പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നാഗക്ഷേത്രത്തിൽ അതായത് നാഗസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഉള്ളവർക്ക് നാഗപൂജ ചെയ്യുന്നത് മൂലം വളരെ മാറ്റങ്ങൾ വരുന്നതാണ്. ചതയ നക്ഷത്രക്കാർക്കാണെങ്കിൽ നാഗപൂജ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. അവരുടെ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം വന്നിട്ട് ആ നാഗപൂജ നടത്തുക. അല്ലാത്ത പക്ഷം ചോതി നക്ഷത്രത്തിലോ അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രത്തിലോ ഈ നാഗപൂജ നടത്തുക. അതുകൂടാതെ പ്രശ്നങ്ങൾ കൈവരിക്കാൻ കെൽപ്പുള്ള ഒരു ചങ്കൂറ്റം ചില സമയത്ത് കാണേണ്ടിയിരിക്കുന്നു. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയ ചില സാധനങ്ങൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സമാധാനം കുറയുകയാണെങ്കിലും അതിനെ പിടിച്ചു നിൽക്കുവാൻ നിയന്ത്രണം കൈവരിക്കുവാനായി മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി വരിക. മഹാവിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ചെയ്യുക. എന്നിരുന്നാലും മാറ്റങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. പൂരോരോട്ടാ നക്ഷത്രക്കാർക്കാണെങ്കിൽ കുറച്ച് മേന്മയുള്ള ഒരു മാസമായിട്ടാണ് മകരമാസം കാണുന്നത്. അത്യാവശ്യം വേണ്ട ലെവലെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വെച്ചിരിക്കുന്ന സ്വഭാവ രീതിയും അതുപോലെ തന്നെ ഇല്ലായ്മയിൽ നിന്നും കുറച്ചൊരു ഗുണമേന്മ വന്നും ചെയ്തുകൊണ്ടുള്ള സാധ്യതയും മനസ്സമാധാനം കൈവരിക്കുവാനുള്ള സാധ്യതയും ഉറക്കമില്ലാത്തവർക്കെല്ലാം ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ട് മാനസികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സമാധാനം കിട്ടുവാനുള്ള സാധ്യതയും വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ
നല്ല ഗുണപരമായിട്ടൊരു മാസമാണ് മകരമാസത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള യോഗങ്ങളും വരുമാന മാർഗ്ഗങ്ങളും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത, തൊഴിൽ വർധനവിലൂടെ ധനലാഭം വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ധനവരവിന് നല്ല നിയന്ത്രണം ഇല്ലാത്തൊരു വരവ് ഉണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ തൊഴിൽ പുരോഗമനം ഉണ്ടാവും, മനസ്സമാധാനം കൈവരിക്കും, വാഹന പുരോഗമനം ഉണ്ടാവും. വാഹന സംബന്ധമായി വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണമേന്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും, തൊഴിൽ മേന്മയും രാഷ്ട്രീയ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണമേന്മയും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാർക്കാണെങ്കിൽ മകരമാസ തുടക്കത്തിൽ തന്നെ കുറേയേറെ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി അനുകൂലപരമായിട്ടുള്ള തൊഴിൽ മേഖല പുഷ്ടിപ്പെടുവാനും പുതിയ ചിന്തകളെപ്പറ്റി ചിന്തിക്കുവാനും അതുപോലെ തന്നെ സന്താനങ്ങളെ പറ്റിയുള്ള ആകുലതയെല്ലാം മാറി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് എല്ലാ വിഷമങ്ങളും മാറി വരുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവർക്ക് ഗുണപരമായിട്ടൊരു മാസം തന്നെയാണ് മകരമാസം പ്രതീക്ഷിക്കാവുന്നത്. ചില കാര്യ തടസ്സങ്ങളെല്ലാം നീങ്ങി ഗുണമേന്മയിലേക്ക് വരുവാനുള്ള സാധ്യതയും തൊഴിൽ മാർഗ്ഗങ്ങൾ പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതയും വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും വിവാഹാദി മംഗളകരമായി നടക്കുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസത്തിൽ ഇവർക്ക് ഈ 27 നക്ഷത്രക്കാർക്കുള്ള ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം.